വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഞങ്ങൾക്ക് മുസ്ലിങ്ങളോട് വിരോധമൊന്നുമില്ല, ഞാൻ ലീഗുകാരോടാണ്. അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആശയം എന്താണെന്ന് മനസ്സിലാക്കില്ല. പലരും മോനിട്ട് പറയുന്നുണ്ട് മുസ്ലിങ്ങളോട് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് ലീഗിനോടാണ്. അതിൽ ജമാഅത്ത് ഇസ്ലാമി വ്യക്തമാക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് മറുപടി പറയുന്നത് ഞാനല്ല, പക്ഷേ CPM-നെയും ലീഗിനോട് വിരോധം തുടങ്ങിയത് എപ്പോഴാണെന്ന് കൂടി അറിയിക്കും. 1967 ലീഗിനായിട്ട് CPM അധികാരത്തിന് വരില്ലായിരുന്നു ഇതുപോലത്തെ സമരത്തിന് ശേഷം. ഇപ്പോഴും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ പോലും ലീഗിനെ കൊണ്ടുവരാൻ വേണ്ടി കഠിനമായി പരിശ്രമിച്ചവരാണ്. ലീഗ് വരുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴാണ് ലീഗിനെതിരെയുള്ള ക്യാമ്പയിൻ നടക്കുന്നത്. 4 മുസ്ലിം ലീഗ് രൂപീകരിക്കുന്ന രാജിവെച്ച് CPM-നെ 2 വർഷത്തേക്ക് വന്നാൽ കേരളത്തിലെ 2 വർഷം വർഗീയമായ മുസ്ലിം ലീഗ് വേണ്ട എന്ന് പറയുമെന്ന് ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്കെങ്കിലും അഭിപ്രായമുണ്ട്. ഞാൻ ജമാഅത്തുകാരെ പറ്റിയല്ല ചോദിക്കുന്നത്, അല്ലാത്ത ആരെങ്കിലും ഇവിടെ പങ്കെടുക്കുന്ന ഇടതുപക്ഷ അനുകൂലികളായ സുഹൃത്തുക്കൾ ആരെങ്കിലും ഈ സ്ഥലത്ത് പങ്കെടുക്കുന്ന ഉണ്ടെങ്കിൽ അവരിൽ ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ഇന്ന് രാത്രി മുസ്ലിം ലീഗ്, ഇന്ത്യൻ മുസ്ലിം ലീഗിൻ്റെ കേരള പ്രദേശ് കമ്മിറ്റി പാലക്കാട് തന്നെ യോഗം ചേർന്നുകൊണ്ട് ഇടതുപക്ഷത്തേക്ക് വരാൻ തീരുമാനിച്ചാൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മാറാട് കലാപം സൃഷ്ടിച്ച പാർട്ടിയാണ്. മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിയുടെ ദുസ്വാധീനത്തിൽ ഇൻഫെക്ഷൻ ബാധിച്ച പാർട്ടിയാണ്. അവരെ കൂടെ കൂട്ടി ഞങ്ങൾക്ക് ഭരണം ആവശ്യമില്ല എന്ന് CPM പറയുമെന്ന് വിശ്വസിക്കുന്ന ഒരു മണ്ഡലങ്ങളും കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ? 10 കൈയിൽ നീട്ടി അവരെന്ത് ചെയ്യും? സ്വീകരിക്കും. അങ്ങനെ മുസ്ലിം ലീഗ് ഇപ്പുറത്തേക്ക് വന്നാൽ അനന്തമായ കേരളത്തിന്റെ ഭരണമാക്കായിരിക്കും LDF. നമ്മൾ ആരോടാ ഇതൊക്കെ നമ്മൾ പറയുന്നത്? കിട്ടാത്ത മുന്തിരി പുളിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ കിട്ടാത്ത മുന്തിരി ചീഞ്ഞാന്ന് പറഞ്ഞില്ല. പുളിച്ചോന്നേ മറ്റേ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് ചീഞ്ഞു പോയിന്നാണ്. പുളിച്ചു എന്നെങ്കിലും പറയാം, ചീഞ്ഞു പോയി എന്ന് പറയാനേ എനിക്ക് പറയാം. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ആഭ്യന്തര കൈകാര്യം ജമാഅത്ത് ഇസ്ലാം നമുക്ക് പരസ്യമായിട്ട് വാദനം പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദീകരണം പറഞ്ഞിട്ടില്ല. ജമാഅത്ത് ഇവിടെ ഒരുപാടുണ്ട്. കേരള ജമാഅത്ത് ഇസ്ലാമിൽ ആ ഇത് നടത്തുന്ന കണ്ടില്ലേ? ഇവിടെ പിണറായി ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരത്തെ സമ്മേളനം AP മുസ്ലിയാരുടെ യാത്രയെ കേരള ജമാഅത്ത് ഇസ്ലാമി യാത്ര എന്ന് പറഞ്ഞ സഖാവിൻ്റെ മതത്തോട് ഞാൻ മറുപടി പറയുകയാണ്. അദ്ദേഹം തന്നെ പറയുന്നു, ഞാനങ്ങനെ ജമാഅത്തെ എന്ന് പറഞ്ഞിട്ട് ജമാഅത്ത് ഇസ്ലാമി കേരള ഞാൻ പറഞ്ഞിട്ടില്ല. ജമാഅത്തെ എന്ന് പറഞ്ഞൊരു പാർട്ടി കേരളത്തിൽ ഇല്ലല്ലോ. ഇപ്പോൾ ഹൈക്കോടതിയിൽ പോയി അദ്ദേഹം പറയുകയാണ്, ഞാൻ ജമാഅത്തെ പറഞ്ഞിട്ടുള്ളൂ, ഇത് ജമാഅത്തെയാണോ ജമാഅത്ത് ഇസ്ലാമിയാണോ എന്ന് ചോദിച്ചാൽ അവരെന്താ പറയുക? ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയാണ്. പക്ഷെ പറഞ്ഞ ആരെ പറ്റിയ ജമാഅത്തെ എന്ന് പറഞ്ഞ സാധനം കേരളത്തിലുണ്ടോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?